അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നസ് സാഅത ആതിയത്തുൻ നകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഖുർആൻ പഠിതാക്കളെ, വീണ്ടും ഒരു പ്രഭാതത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അറിയാനും പഠിക്കാനും നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകിയിരിക്കുകയാണ്. പടച്ച റബ്ബ് നമ്മെ എല്ലാം അവൻ്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഈ നന്മകൾ കൊണ്ടൊക്കെ എത്തിപ്പെടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടാവണം നമുക്ക്. അതിലൊന്ന് അൽ ഇൽമ്, അറിവുള്ളവരാകണം നമ്മൾ. ദീന് നന്നായി പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, ഫത്വകൾ, അധ്യാപന രീതികൾ എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയണം, ഇൽമുള്ളവരാവണം. 2 അൽ അമൽ, നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പരമാവധി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. 3 അദ്ദഅവതു ഇലൈ, നമ്മൾ നന്മയിലേക്ക്, ആ അറിഞ്ഞ് പഠിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ കഴിയണം. അത് നമ്മളെ പണിയാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. 4 അസ്സബ്റു അലൽ അദാ, അതിൻ്റെ പേരിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ദീന് പഠിക്കുന്നിടത്ത്, പഠിപ്പിക്കുന്നിടത്ത്, അനുബന്ധമായ അമല് ചെയ്യുന്നിടത്ത്, ദഅവത്ത് നടത്തുന്നിടത്ത് നല്ല പ്രയാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ആ ക്ഷമയും ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഗുണം എന്നാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയാന്ന് ചോദിച്ചാൽ നമ്മുടെ മരണശേഷം നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിലെത്തുമ്പോഴാണ്. അവിടെ ഓരോ മനുഷ്യനും അവൻ ചെയ്ത അധ്വാനിച്ച പണികൾക്ക് പ്രതിഫലം നൽകുന്ന മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ് നമ്മുടെ റബ്ബ്. വിശുദ്ധ ഖുർആനിലെ അവസാനമിറങ്ങിയ ആയത്ത് ഓർമ്മപ്പെടുത്തിയത് പരലോകത്തിനെ സൂക്ഷിക്കണമെന്നാണ്. ഏതാണ് ആയത്ത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനം വന്ന വഹ്യ്, നബിയെ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു പരലോകത്തിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സൂറത്ത് ത്വാഹയിലെ 15-ാമത്തെ ആയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നസ് സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. എന്താണ് ആയത്ത്? ഞാൻ ഓതിത്തരാം, ഒന്ന് ശ്രദ്ധിക്കാം. ഇന്നസ് സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഇനി ഞാനത് ഭാഗങ്ങളാക്കി ഓതുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ഓതണം. ഇന്നസ് സാഅത ആതിയത്തുൻ, ഇന്നസ് സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഇന്നസ് സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഈ ആയത്ത് നമ്മളിങ്ങനെ ഓതി പിന്നെ ആവർത്തിച്ച് ഓതി പഠിക്കേണ്ടതാണ്. സമയപരിമിതി കാരണം കൊണ്ട് ചുരുക്കി പറയാം.
ഈ ആയത്തിൽ വരുന്ന 2-3 തജ്വീദ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒന്ന്, ഇന്നസ്സാഅത ആതിയത്തുൻ. ഇന്ന എവിടെയും ഷദ് വരുമ്പോൾ കനപ്പിച്ച് ഇന്ന ഇന്ന അന്ന പോലെയുള്ള പ്രയോഗം വരുമ്പോൾ ഷദ് കൊടുത്തിട്ട് ഓതുക. രണ്ടാമത്തേതൊന്ന്, കുല്ലു നഫ്സിൻ ബിമാ. കുല്ലു നഫ്സിൻ ബിമാ, അവിടെ നഫ്സിൻ എന്ന് തൻവീനേക്ക് ഉണ്ടാവുക. എന്നാൽ ഖുർആനിൽ തന്നെ കാണാം അവിടെ ഒരു മീമ് കൊടുത്ത് കാണും. കാരണം ഇനി വരുന്ന അക്ഷരം ബാ ആണ്. തൻവീൻ കഴിഞ്ഞിട്ട് പിന്നെ ബാ വരുമ്പോൾ, ബാ എന്ന അക്ഷരം വരുമ്പോൾ ആ തൻവീനിനെ മീമാക്കും. അതിന് നിയമപ്രകാരം ഇഖ്ലാബ് എന്നാണ് പറയാ. കുല്ലു നഫ്സിൻ ബിമാ, നഫ്സിൻ നഫ്സിൻ എന്നല്ല, നഫ്സിൻ ബിമാ, കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഇനി ഒന്ന് ഓതി നോക്കിയേ. ഇന്നസ്സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ കാണാം. ഇന്നസ്സാഅത, തീർച്ചയായും സാഅത്ത് വരുന്നതാണ്. ഇന്ന തീർച്ചയായും, അസ്സാഅത അന്ത്യനാൾ, ആതിയത്തുൻ അത് വരുന്നതാണ്. സാഅത്ത് അന്ത്യനാള്, ആതിയത്തുൻ വരുന്നതാണ്. അറബി ഭാഷ പഠിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഇന്ന എന്ന പ്രയോഗം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് പറയുന്ന ആദ്യത്തെ വാക്ക് എപ്പോഴും ഫത്ഹായിരിക്കും അവസാനിക്കുക. സാഅത, ഇന്നല്ലാഹ, ഇന്ന റബ്ബക്കും, ഇന്ന ഇലാഹക്കും. അത് നിയമമാണ്. അതുപോലെ തന്നെ ആ ഒന്നാമത്തത് കഴിഞ്ഞ് അടുത്തത് രണ്ടാമത് വരുന്ന ഭാഗത്തിന് ലമ്മായിരിക്കും വരിക. ആതിയത്തുൻ, ഇന്നല്ലാഹ ഗഫൂറുൻ. അത് പൊതുവായുള്ള ഒരു നിയമമായി മനസ്സിലാക്കുക. ഇന്ന എന്ന് പറയുമ്പോൾ അതിന്റെ അതേ പണി ചെയ്യുന്ന സഹോദരന്മാർ കൂടെയുണ്ട്. ഇന്ന അഖവാത്ത് എന്ന് പറയും. ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല്ല. ഈ സംഭവങ്ങളൊക്കെ ഇതേ നിയമം ബാധിക്കുന്ന ആളുകളാണ്. അത് ഖുർആനിൽ ഇനി എവിടെ വരുമ്പോഴും നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഈ ആയത്തിലും ആദ്യം തന്നെ പറയുന്നത് ഇന്നസ്സാഅത ആതിയത്തുൻ, തീർച്ചയായും. ഇന്ന തൗക്കീദിന് വേണ്ടിയാണ്, ഉറപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ്. തീർച്ചയായും ഖിയാമത്ത് നാള് വരുന്നതാണ്. ഇന്നസ്സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ. അകാദു ഞാൻ ആകുമാറാകും. ഉഖ്ഫീഹ ഞാൻ അതിനെ മറച്ചു വെക്കാനാകും. ഞാൻ പരമാവധി മറച്ചു വെക്കുമെന്നർത്ഥം. ലിതുജ്സാ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടി. എന്ത് പ്രതിഫലം? ബിമാ തസ്ആ നിങ്ങൾ പരിശ്രമിക്കുന്നതിനുള്ള പ്രതിഫലം തരാൻ വേണ്ടി. പരലോകം എന്തിനാണ്? ഈ ദുനിയാവിൽ നന്മ ചെയ്തവർക്ക് കൂലി കിട്ടണം. ഇവിടെ പാപം ചെയ്തവർക്ക് അവിടെ ശിക്ഷ കിട്ടണം. അതൊരു മനുഷ്യന്റെ മനസ്സാണ്, ന്യായമായ അവകാശമാണ്. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല പരലോകം വെച്ചിരിക്കുന്നത്. സാഅത്ത് എന്ന അറബി വാക്കിന് 2-3 അർത്ഥമുണ്ട്. ഒന്ന്, വാച്ചിന് സാഅത്ത് എന്ന് പറയാം, നമ്മൾ ഇതേ വാക്കിനെ പറയാം. 2, ഖിയാമത്ത് നാളിന് സാഅത്ത് എന്ന് പറയാം. 3, ഒരു മണിക്കൂറായി എന്ന് പറയുന്നതിന് സാഅത്ത് എന്ന് പറയാം. അത് സന്ദർഭത്തിലാണ് അത് അർത്ഥം മനസ്സിലാക്കാൻ കഴിയുക. ഒരു മണിക്കൂർ എന്നുള്ളതിന് സാഅത്ത് എന്ന് പറയും. അന്ത്യസമയം, അവസാന സമയം എന്നുള്ളതിന് അസാഅത്ത് എന്ന് പറയും. അങ്ങനെ പല അർത്ഥങ്ങൾ അതിനുണ്ട് എന്നർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് മണിക്കൂറല്ല, വാച്ചിനെ കുറിച്ചല്ല, ഇവിടെ പരലോകത്തെ കുറിച്ചാണ്. കാരണം നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു നാളിന് വേണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ. അത് അന്ത്യനാളിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ചാണ്. ഖിയാമത്ത് നാളിന്റെ വിവിധങ്ങളായ പേരുണ്ട് ഖുർആനിൽ. ഒരു പേര് ഫാത്തിഹയിലുണ്ട്. ഏതാ? ഖിയാമത്ത് നാളിന്റെ ഒരു പേര് ഫാത്തിഹയിലുണ്ട്. യൗമുദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, യൗമുൽ ഖിയാമ, യൗമുൽ ഹശർ.
യൗമു തഗാബ്, യൗമുൽ വഈദ്, യൗമുൽ തലാഖ്, യൗമുൽ ഖുലൂദ്, അങ്ങനത്തെ കൂട്ടത്തിൽപ്പെട്ട ഒരു പേരാണ് അസ്സാഅ എന്ന പേര് എന്ന് മഹാന്മാരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അദ്ദേഹം മുഖ്തസറിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അകാദ് ഉഖ്ഫീഹ എന്ന് പറഞ്ഞ മിൻ നഫ്സി വല്ലാഹു തആല ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ. സാധാരണഗതിയിൽ അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ ഒരാൾക്കും മറച്ചു വെക്കാൻ കഴിയൂല. അള്ളാഹു ഖിയാമത്ത് നാളിന്റെ കാര്യത്തിൽ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല ഈ വിവരം, ഈ അറിവ്. എന്ന് ഖിയാമത്ത് നാൾ നടക്കുമെന്ന വിവരം ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ തസ്ആ എന്ന് പറഞ്ഞാൽ തഅമലു മിൻ ഖൈരിൻ വ ശർരിൻ, നിങ്ങൾ ഖൈറായി നിങ്ങൾ ശർറായി എന്ത് പ്രവർത്തിച്ചോ അതിനൊക്കെയുള്ളത് തരുന്ന ഒരു ദിവസമുണ്ട് എന്നാണ് ഖിയാമത്ത് നാളിന്റെ അർത്ഥം. മറ്റൊരു വിശദീകരണം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ ചരിത്രപരമായി നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഉലമാക്കന്മാർ പറയുന്നുണ്ട്, ഹിജ്റ 701 ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. ചരിത്രം പറയുന്നത് ഹിജ്റ 703 ബാപ്പ മരിക്കണം, അഥവാ 2-3 വയസ്സിന്റെ ഉള്ളിൽ സ്വന്തം പിതാവിനെ നഷ്ടപ്പെടുക. എന്നിട്ട് ജ്യേഷ്ഠൻ കമാലുദ്ദീൻ എന്ന് പറയുന്ന സഹോദരന്റെ കൂടെ ഡമസ്കസിൽ താമസിക്കുകയാണ്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം ഹിജ്റ 713 ആകുമ്പോഴത്തേക്ക് ഖുർആൻ മുഴുവൻ മനപ്പാടാക്കാണ്. ബാപ്പ നഷ്ടപ്പെട്ടു, നല്ലൊരു ജീവിത മാർഗ സംവിധാനമൊന്നുമില്ല, എന്നിട്ടും അദ്ദേഹം കഷ്ടപ്പെട്ട് ഖുർആൻ മനപ്പാടമാക്കി. ഹിജ്റ 713 കഴിഞ്ഞ് അടുത്ത 18 ആകുമ്പോഴത്തേക്ക് 718 ആകുമ്പോഴത്തേക്ക് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ കാണാതെ പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങി. പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങൾ തഫ്സീറുൽ ഖുർആനിൽ നമ്മളിപ്പോ വായിക്കുന്ന തഫ്സീർ, പിന്നെ അൽ ബിദായ വൻ നിഹായ, മറ്റൊന്ന് സീറത്തുൻ നബി, നല്ല ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകി. അദ്ദേഹം മരിച്ചപ്പോ മറവ് ചെയ്തത് ഒരു മഹാപണ്ഡിതന്റെ ഖബറിന്റെ ചാരത്താണ്. ആരെന്നറിയോ? ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ഖബറിന്റെ അടുത്താണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ ഖബറുകൾ. ഒരു നാട്ടുകാരാണ് അവർ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ എന്ന് പറഞ്ഞാൽ ഐ അഖീമുഹാ ലാ മഹാലതൻ, ഖിയാമത്ത് നാൾ ഉറപ്പായും നടക്കും, സംശയമൊന്നും വേണ്ട. ലിഅജ്സിയ കുല്ലു ആമിലിൻ ബിഅമലിഹി, പണിയെടുത്തവർക്ക് പണി ചെയ്തതിന്റെ കൂലി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ത്യനാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്കൊക്കെ പ്രതിഫലം കിട്ടും? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. സൂറത്തുൽ സൽസലയിലെ 7-ാമത്തെയും 8-ാമത്തെയും ആയത്ത്. അതേപോലെ തന്നെ സൂറത്തു തൂർ വകിതാബിൻ മസ്തൂർ സൂറത്തിന്റെ 16-ാമത്തെ ആയത്ത്, ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. എന്തിനാ? ഖിയാമത്ത് നാൾ നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ്. ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന് മാത്രം, ഇന്നഹാ ഇൽമുഹാ ഇൻദ റബ്ബി, അതൊക്കെ എൻ്റെ റബ്ബിന്റെ അടുത്തുള്ള ഇൽമാണ്, ഞങ്ങൾക്ക് ആർക്കും ഒരു നബിക്കും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മളിപ്പോ ഓതിയ ആയത്തുണ്ടല്ലോ, ഇന്ന സാഅത ആതിയത്തുൻ, അതൊന്നുകൂടി ഓതി നോക്കി. ഇന്ന സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. അതുപോലത്തെ 2 ആയത്ത് ഖുർആനിൽ വേറെ വന്നിട്ടുണ്ട്. വഅന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. സൂറത്ത് ഹജ്ജിൽ ഖിയാമത്ത് നാൾ വരും, സംശയിക്കണ്ട. ഇന്ന സാഅത ലആതിയത്തുൻ ലാ റൈബ ഫീഹാ വലാകിന്ന അക്തറന്നാസി ലാ യുഅ്മിനൂൻ. സൂറത്ത് ഗാഫിറിൽ ഖിയാമത്ത് നാൾ സംഭവിക്കും, ഉറപ്പാണ്, സംശയിക്കണ്ട. പക്ഷെ അധികം ആൾക്കാരും ഇത് വിശ്വസിക്കുന്നില്ല.
ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കും? ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബീ. ആ വിവരം എൻ്റെ റബ്ബിൻ്റെ അടുത്ത് മാത്രമുള്ള കാര്യമാണ്, അതൊരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. ചില അറിവിൻ്റെ കാര്യത്തിലുള്ള അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ചില മഫാതീഹുൽ ഗൈബ്, അദൃശ്യത്തിൻ്റെ താക്കോലുണ്ട്. മഴ എപ്പോൾ പെയ്യും, എത്ര പെയ്യും, അള്ളാഹ്ക്ക് അറിയുന്ന കാര്യമാണ്. ഖിയാമത്ത് നാൾ എന്ന് സംഭവിക്കും അള്ളാഹ്ക്ക് അറിയുന്ന കാര്യമാണ്. ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന്റെ കാര്യം അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഖിയാമത്ത് നാൾ. എന്നാൽ ഒരു വെള്ളിയാഴ്ചയായിരിക്കും അത് സംഭവിക്കുക എന്നത് ഹദീസിലുണ്ട്. പെട്ടെന്നായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഖുർആനിലുണ്ട്. അതൊക്കെ നമ്മളും മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിലെ ഓരോ സന്ദർഭത്തിലുമായി പഠിപ്പിക്കപ്പെട്ട ആയത്തുകൾ നമുക്ക് വലിയ ഗുണപാഠങ്ങൾ നൽകുന്നതാണ്. ധാരാളമായി വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാം നന്മ എല്ലാ ഹൈറുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് വിഷയവുമായി ബന്ധമല്ല എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായി നമ്മളൊക്കെ പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാരാണ്. പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സുന്നത്ത് കിട്ടുന്നുണ്ട്. പള്ളിയിലേക്ക് നടന്ന് വുളു ഉണ്ടാക്കി പോകുന്ന മനുഷ്യൻ നമസ്കാരത്തിൽ എന്നതുപോലെയുള്ള പ്രതിഫലം ലഭിക്കുക. അവൻ്റെ ഓരോ കാൽപാദങ്ങൾ വെക്കുമ്പോൾ അവന് അള്ളാഹു പാപം പുറത്തു കൊടുക്കുന്നു, ദറജ ഉയർത്തുന്നു എന്ന് ഹദീസിലൊക്കെ വന്നത്. പള്ളിയിലേക്ക് പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട് എന്നാണ്. അത് വാഹനത്തിനാണെങ്കിലും നടന്നാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വമിൻ അമാമി നൂറ വഅൻ യമീനി നൂറ എന്ന് പറഞ്ഞ ഹദീസിൽ വന്നൊരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യർ ഒരിക്കലും വെളുത്തുള്ളി, വലിയുള്ളി, ഖുറാസ്, ചെടികളുടെ ഭക്ഷണം കഴിച്ച് പള്ളിയിലേക്ക് പോകരുത്. അവിടെ വരുന്ന മലായിക്കത്തുകൾക്ക് അത് പ്രയാസം ഉണ്ടാകും, മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാകുന്ന പോലെ. അപ്പോൾ നല്ല സുഗന്ധത്തിലും വൃത്തിയിലുമാണ് പള്ളിയിലേക്ക് വരേണ്ടത് എന്നർത്ഥം. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തു പറഞ്ഞാ പ്രവേശിക്കേണ്ടത്? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അല്ല, ബിസ്മില്ലാ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, എന്നിട്ട് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് പറഞ്ഞോക്കെ. ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതേപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, അങ്ങനെയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആ സുന്നത്തുകളൊക്കെ പരമാവധി ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. പരമാവധി ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്ന നല്ല വിജ്ഞാന വേദികൾ നമ്മൾ സംഘടിപ്പിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഫിഖ്ഹിയായ ക്ലാസ്സുകൾ, നമസ്കാരത്തിൻ്റെ രൂപം, മയ്യത്ത് നമസ്കാരത്തിൻ്റെ രൂപം, മയ്യത്ത് പരിപാലനം, അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അഹ്കാമുൻ നിസാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല വിജ്ഞാന വേദികൾ സംഘടിപ്പിക്കാനും സംശയ നിവാരണത്തിനും പഠിക്കാനൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്താൽ ധാരാളം ആളുകളുടെ വസ്വാസുകളും സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ അത്തരം കാര്യങ്ങൾ കൊണ്ട് സാധ്യമാകും. അള്ളാഹു നമ്മെ എല്ലാം നന്മയിൽ മുന്നേറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. اللهم ربنا آمنا فاكتبنا مع الشاهدين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.